ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരിൽ ഒരാളായ പരിശുദ്ധ വട്ടത്തിൽ മാർ ദിവന്നാസിയോസ് ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പോലീത്തായുടെ 92ാമത് ഓർമ്മ പെരുന്നാൾ സഭ ഇന്ന് ആഘോഷിക്കുന്നതായ ദിവസമാണ്. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നതായ പഴയ സെമിനാരിയിൽ അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ഈ സമയത്ത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെയും മറ്റ് പിതാക്കന്മാരുടെയും പ്രധാന കാർമ്മികത്വത്തിൽ അവിടെ നടക്കുകയാണ്. അതുകൂടാതെ നാം ഈ ഇടവകയും ഈ പ്രദേശവുമൊക്കെ ഋഷ്യതുല്യനായ അന്ത്രയോസ് ബാവ എന്നറിയപ്പെടുന്നതായ ആ പിതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നതായ ദിവസം കൂടിയാണ്. രണ്ട് തരത്തിലുള്ളതായ പരിശുദ്ധന്മാരെയാണ് നാം ഇവിടെ കാണുന്നത്. ഒന്ന്, സഭ മുഴുവൻ പരിശുദ്ധനായി പ്രഖ്യാപിച്ച് പരിശുദ്ധനായി വാഴ്ത്തപ്പെട്ട് അംഗീകരിക്കപ്പെടുന്നതായ ഒരു പരിശുദ്ധനും ഈ ഏരിയയിൽ ലോക്കലായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി കണ്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നതായ ഒരു വിശുദ്ധന്മാരുടെ മറ്റൊരു ഗണവും ഒരു പ്രതിനിധിയും നാം കാണുന്നത്. അങ്ങനെ നാം നോക്കുമ്പോൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ വിശുദ്ധന്മാരെ കുറിച്ച് നാം കാണുമ്പോൾ ആഗമന സഭയുടെ യൂണിവേഴ്സൽ ചർച്ചിന്റെ അത് വിശുദ്ധന്മാരായി അംഗീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ഒരു ഗണം കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളതായ ഗണത്തിൽപ്പെടുന്നവരാണ് പരിശുദ്ധ കന്യകമറിയാമും ശ്ലീഹന്മാരും ആദിമ നൂറ്റാണ്ടിലെ സഹദയന്മാരും വിശുദ്ധന്മാരും ഒക്കെ. അപ്പം നമ്മൾ നോക്കുമ്പോൾ 3 തരത്തില് ഈ പരിശുദ്ധന്മാരെ നമ്മൾ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, യൂണിവേഴ്സൽ ചർച്ചിന്റെ ലോകമാകമാനമുള്ളതായ സഭ വിശുദ്ധന്മാരെന്ന് ആദരിച്ച് കൊണ്ടാടുന്നതായ ഒരു ഗണം. എന്നാൽ പരിശുദ്ധ പെരുമല തിരുമേനിയെയും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെയും പോലെയൊക്കെ ഒരു പ്രത്യേകമായ സഭയോ സഭകളോ മാത്രം വിശുദ്ധന്മാരായി കാണുന്നതായ ഒരു നിര. ഇതേപോലെ തന്നെ ഇവിടെ അന്ത്രയോസ് ബാവായും അതുപോലെ തന്നെ തേവലക്കര ആബോ, പാമ്പാടിയിൽ കോട്ടയത്താണെങ്കിൽ പാമ്പാടി തിരുമേനിയും ഈവാനസ് തിരുമേനിയും ഇങ്ങനെയുള്ളതായ പിതാക്കന്മാരെ ലോക്കലായിട്ട് സെയിൻ്റായിട്ട് കരുതുകയല്ല, അവർ വണങ്ങുകയാണ്, അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയാണ്. ഇങ്ങനെ ഒരു പാരമ്പര്യമാണ് പരിശുദ്ധ സഭയ്ക്ക് ഉള്ളത്. ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 34 മുതൽ 42 വരെയും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 28 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20 അധ്യായത്തില് ആ ഭാഗവും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ യേശു തമ്പുരാൻ ആരാണ് തൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നതായ കാര്യമാണ് ആദ്യമേ പറയുന്നത്. സ്വന്തം ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ കണ്ടെത്തും, സ്വന്തം ജീവനെ കരുതുന്നവൻ അതിനെ നശിപ്പിക്കും. അപ്പോ പത്രോസ് അപ്പോസ്തലന്
ഒരു കൗതുകം തോന്നിയിട്ട് യേശു തമ്പുരാനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ അപ്പനെയും അമ്മയെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറ്റുള്ള എല്ലാത്തിനെയും വിട്ട് നിന്റെ പിന്നാലെ വന്നല്ലോ, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. അപ്പോ അവിടെ യേശു പറയുകയാണ്, എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ഭവനങ്ങളെയോ സഹോദരങ്ങളെയോ പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ പുത്രനെയോ നിലങ്ങളെയോ ഉപേക്ഷിക്കുന്ന ഒരുവന് ഇപ്പോൾ ഈ കാലത്തിൽ പീഡയോടുകൂടെ 100 വീതം ഭവനങ്ങൾ, സഹോദരന്മാർ സഹോദരിമാർ, മാതാക്കൾ പുത്രന്മാർ, നിലങ്ങൾ ഇവയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കും എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ ഈ വചനത്തെ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയവരാണ്. അതായത് സ്വന്തം ജീവനെ നശിപ്പിച്ചിട്ട് ജീവനെ നേടിയവരാണ്. അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം ഒക്കെ മാറ്റിവെച്ച് ഈ ലോകത്തെ മുഴുവനും നിരസിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിയവരാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് അവർക്ക് 100 വീതം അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും നിലങ്ങളുമൊക്കെ ലഭിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. എത്രമാത്രം അർത്ഥവത്തായ ഒരു കാര്യമാണ് നാം ഈ അന്ത്രയോസ് ബാവായുടെയും മറ്റ് പരിശുദ്ധന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് അത് കാണുമ്പോൾ, ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏകദേശം 320 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഇവിടെ അല്ല, 1782 ഈ പ്രദേശത്ത് വന്ന് 1792 കാലം ചെയ്ത ഒരു പുണ്യവാനായ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഇപ്പോഴും അനേക ആളുകൾ കടന്നു വരികയാണ്. അവരാണ് അദ്ദേഹത്തിന് ലഭിച്ചതായ മാതാപിതാക്കളും സഹോദരന്മാരും മക്കളും ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക്, നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് 1 2 അല്ലെങ്കിൽ 3 മക്കളൊക്കെ ഉള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ അനേക ആളുകൾക്ക് അവർ ശരണമായി, പ്രത്യാശയായി, ആശ്രയമായി തീർന്ന അവർ ആ ഒരു നിലയിലേക്ക് വളരുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വിശുദ്ധന്മാരായി നാം കണ്ട് അവരുടെ അടുക്കിലേക്ക് നാം അടുത്ത് ചെല്ലുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിൻ്റെ വാക്യങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയവരാണ് ഈ വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ, ജീവനെ നശിപ്പിച്ച് അല്ലെങ്കിൽ ജീവനെ കൊടുത്ത് ജീവനെ നേടുവാൻ നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, കർത്താവിൻ്റെ പിന്നാലെ ശിഷ്യന്മാർ പോയതുപോലെ നിങ്ങളെല്ലാവരും ഭവനവും കുടുംബാംഗങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് പോകണമെന്നല്ല, മറിച്ച് ക്രിസ്തുവിനെ ശരണമാക്കുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഈ വിശുദ്ധന്മാരും ഒക്കെ ചോദിക്കുന്നത്. ക്രിസ്തുവിനെ തങ്ങളുടെ ആശ്രയമാക്കി കാണുവാൻ നമുക്ക് കഴിയുമോ? ഈ ഒരു പിതാവിനെ തന്നെ നാം ഒന്ന് നോക്കുമ്പോൾ എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം, കടലുകൾക്കപ്പുറം, ഭൂഖണ്ഡങ്ങൾക്കപ്പുറം കിടന്നിരുന്നതായ ഒരു മനുഷ്യൻ, ജീവിച്ചിരുന്നതായ ഒരു മനുഷ്യൻ, ഈ തരത്തിലുള്ളതായ എല്ലാ
പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് ഈ വിദൂരദേശത്തേക്ക്, അന്യരുടെ അടുക്കലേക്ക്, അന്യഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അവർ കടന്നു വരുമ്പോൾ കർത്താവ് അവരോട് ശിഷ്യന്മാരോട് കൽപ്പിച്ചതുപോലെ വലിയ ഭാണ്ഡങ്ങളും വലിയ പണസഞ്ചികളും കൊണ്ടൊന്നും അല്ല അവര് ഇവിടേക്ക് കടന്നു വരുന്നത്. അവരതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിനുള്ളതായ ശരണം വെച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തിന് വേണ്ടി അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുത്തുന്നവരാണ് ദൈവസന്നിധിയിൽ നിത്യജീവന് അവകാശികളായി തീരുന്നത് എന്നാണ്. അതുകൊണ്ട് ഈ പിതാക്കന്മാരെ പോലെ ദൈവത്തിൽ ശരണം വെക്കുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നതായ ചോദ്യം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുന്നതായ അടിസ്ഥാന ഘടകങ്ങളാണ് ഇതുപോലെയുള്ളതായ വിശുദ്ധന്മാർ. അതുകൊണ്ട് ഇതുപോലെയുള്ളതായ വിശുദ്ധന്മാർ സഭയുടെ ഓരോ ഭാഗത്തും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. സഭയുടെ ആഗ്രഹം അതാണ്. വിശുദ്ധന്മാരായ ആളുകൾ സഭയിൽ എഴുന്നേറ്റ് വരികയും അങ്ങനെ ആ എഴുന്നേൽക്കുന്നതായ വിശുദ്ധന്മാരുടെ പ്രാഭവം കൊണ്ട് അതാത് സ്ഥലത്തുള്ളതായ ആളുകളെ ദൈവത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ ഓരോ ഇടവകകൾ അതാണ് ഇടവകളിലൂടെ അതാണ് നടക്കുന്നത്. ഇവിടെ ഓരോ പ്രധാനപ്പെട്ട പള്ളികളിലൂടെ അതാണ് നടക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ കൃപയുണ്ടായി. ആ കൃപ മറ്റുള്ളവർക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതായ ഒരു അനുഭവം. ഈ അനുഭവം ഈ സ്ഥലത്ത് കല്ലടപ്പള്ളിയിൽ ഈ പുണ്യവാനായ പുരോഹിത അല്ലെങ്കിൽ ശ്രേഷ്ഠൻ ഇവിടെ കടന്നു വരികയും കബറടക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് ഉണ്ടായി. ഇവിടെയുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ പുണ്യവാന്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ പ്രത്യേകത എന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ പരിശുദ്ധ സഭ ഇന്ന് ഓർക്കുന്നതായ അതിശ്രേഷ്ഠനായ ഒരു പുണ്യ പിതാവാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി. ഈ പിതാവിനെ പോലെ, അന്ത്രയോസ് ബാവായെ പോലെ മറ്റൊരു രാജ്യത്തേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സത്യവിശ്വാസത്തിന് വേണ്ടി ദൈവത്തെ ഉള്ളതായ ആശ്രയം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചതായ ഒരു പുണ്യ പിതാവായിരുന്നു അദ്ദേഹം. അകത്തും പുറത്തും വളരെ പീഡകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും ദൈവത്തെ ശരണമാക്കിയതായ ഒരു മഹാപുരോഹിത ശ്രേഷ്ഠനാണ് പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട പടപൊരുതിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. അത് ശരിയായ കാര്യമാണ്. അതൊരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ചിന്തയുടെ ഭാഗവുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ശക്തമാക്കിയത് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതമായിരുന്നു, പ്രാർത്ഥന ജീവിതമായിരുന്നു, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. രാവും പകലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നതായ ഒരു മഹാപുരോഹിത ശ്രേഷ്ഠനായിരുന്നു പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി. അദ്ദേഹത്തെ കൊല്ലുവാനായി എതിരാളികളുടെ കിങ്കരന്മാർ അദ്ദേഹം താമസിക്കുന്നതായ സ്ഥലത്ത് വരുമ്പോഴും പാതിരാത്രിക്ക് വരുമ്പോൾ മുട്ടിന്മേൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന
ഒരു വന്യവയോധികനെയാണ് അയാൾ കാണുന്നത്. അയാൾ അവിടെ ഏണി കോവേണി മറിഞ്ഞ് നിലത്ത് വീഴുന്നതായ കാഴ്ച നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിതാവ് തൻ്റെ ശത്രുക്കളെന്ന് അല്ലെങ്കിൽ തന്നെ ദ്വേഷിക്കുന്നവരെ പോലും സ്നേഹിച്ച, ബഹുമാനിച്ച, ആദരിച്ച ഒരു പിതാവാണ്. അദ്ദേഹം പല പ്രാവശ്യം പരിശുദ്ധ സഭയുടെ യോജിപ്പിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി എന്തു വിട്ടുവീഴ്ച ചെയ്യുവാനും തയ്യാറായിരുന്നു. അന്ത്യോക്യയിലുള്ളതായ പിതാക്കന്മാരെ വളരെയധികം ബഹുമാനിച്ചു. അവരുടെ അടുക്കൽ പോയി ഇവിടെ നിന്ന് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി തലകുനിച്ച് പാദങ്ങളിൽ വന്ദിച്ചു. അവരെ ബഹുമാനിച്ചു, സ്നേഹിച്ചു. പക്ഷേ അതൊന്നും നമ്മുടെ സഭയുടെ ഐക്യത്തിന് കാരണമായി തീർന്നില്ല എന്നുള്ളതാണ് ഒരു ഖേദകരമായ കാര്യം. അതുപോലെ ഇവിടെയുള്ളതായ സഹോദരങ്ങളോട് പറഞ്ഞു, ഞാനാണ് ഈ യോജിപ്പിന്, ഐക്യത്തിന് വിഘാതമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മാറിക്കൊള്ളാം, ഈ സ്ഥാനത്ത് നിന്ന് മാറിക്കൊള്ളാം എന്ന് പറഞ്ഞ് സ്വയം ഒഴിയുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഇങ്ങനെയൊക്കെ അദ്ദേഹം പുണ്യജീവിതം കൊണ്ടും അനുസരണമുള്ള ജീവിതം കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയും ഒക്കെ ആളുകളെ മാത്രമല്ല, അദ്ദേഹം മൃഗജാലങ്ങളെ പോലും സ്നേഹിച്ചു എന്നുള്ളതിനൊരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം സെമിനാരിയിൽ താമസിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ കുറച്ച് മീനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം നോക്കുമ്പോൾ ഒരു മീനെ കാണുന്നില്ല. നോക്കിയപ്പോ അവിടുത്തെ കുശിനിക്കാരൻ അതിനെ പിടിച്ച് കറി വെച്ച് അന്ന് അദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ട് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതറിഞ്ഞതായ ആ തിരുമേനി പിന്നീട് മീൻ കഴിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, വായിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതായ ഒരു പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, വളരെ സ്നേഹത്തോടെ കണ്ടിരുന്നതായ ഒരു മത്സ്യത്തെ അവിടെ നിന്ന് പോയപ്പോൾ, അതിന് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ അദ്ദേഹത്തിനുണ്ടായതായ ഹൃദയവേദനയാണ്. ഇതൊക്കെയാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെയും, നമ്മുടെ ഈ പെരുന്നാൾ ദിവസം രണ്ട് കാര്യങ്ങളാണ് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ഒന്നാമതായിട്ട്, ക്രിസ്തുവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചതായ ഈ പുണ്യപിതാക്കന്മാരെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് കഴിയണം. ലോകത്തെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാനും നിത്യജീവനെ പ്രാപിക്കുവാനും നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട്, ഇതുപോലെയുള്ളതായ പുണ്യപിതാക്കന്മാർ, ലോക്കലായിട്ടുള്ളതായ സെയിൻസ് ഈ ദേശത്ത് ഉണ്ടാകണം. അങ്ങനെ ഈ ദേശം ഏറ്റവും അനുഗ്രഹകരമായിട്ട് തീരണം. ദൈവത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ, വിശ്വസിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളതായ കാര്യമാണ് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.